ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 9 മന്ത്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബേബീസിന് ഫിഷ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനായി ഞാൻ അയില മീനാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ആയിട്ട് ബീൻസ്, ഒരു ഹാഫ് ടൊമാറ്റോ, ഹാഫ് ഓണിയൻ. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ പൊടികളായി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും. സ്പൈസസ് ആയിട്ട് ചെറിയൊരു ഗ്രാമ്പുവും ഒരു കഷ്ണം കറുകപ്പട്ടയും ചേർക്കുന്നുണ്ട്. ഒരു ഗീ റൈസിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർത്ത് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കുക. റൈസാണ് എടുക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈമ റൈസ് ഞാൻ 1/2 ഗ്ലാസ് റൈസ് കഴുകി കുതിർത്ത് വെച്ചതാണിത്. 1/2 ഗ്ലാസ് റൈസിന് ഞാനൊരു 1.25 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.25 വെള്ളം എടുക്കുന്നുണ്ട്. നോർമൽ നമുക്ക് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വേവിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കുക്കർ ക്ലോസ് ചെയ്യണം. ഒരു നുള്ളി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾ കുഞ്ഞിന് ഉപ്പ് കൊടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു 4 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വെച്ച് അതിൻ്റെ എയർ പോയി കഴിഞ്ഞ് ഓൺ ചെയ്യുമ്പം ഇങ്ങനെ ഇത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഫസ്റ്റ് ചെയ്യേണ്ടതിൽ നിന്നാൽ മീൻ ഒരു സ്പൂണ് വെച്ച് മാറ്റിയെടുക്കാം. കുക്കറിൽ വെക്കുമ്പം ഒരുപാട് അഴുകിപ്പോവും, എന്തെങ്കിലും മുള്ളൊക്കെ അത് സ്പ്രെഡാവും, ഒന്നും ആവില്ല. മീൻ അതേപോലെ തന്നെ ഉണ്ടാവും. മീനെടുത്ത് കഴുകി കൊടുക്കുമ്പോൾ കുറേ അതിലെ കഴുകിയ മീനിൽ നിന്ന് കുറേ പോഷകങ്ങൾ നഷ്ടപ്പെടും, കുറേ ഗ്രേവിയിലൊക്കെ ആയിപ്പം. ഇതിലെ കംപ്ലീറ്റും ആ റൈസിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഫുൾ ബെനിഫിറ്റ്സ് കിട്ടും. ആ മീനിലെ മുള്ളെല്ലാം കളഞ്ഞ് റൈസ് ഒന്ന് ബ്ലെൻഡ് ചെയ്തോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്തോ എടുത്തിട്ട് കൈ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം അഥവാ ഏതെങ്കിലും മുള്ളുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കൈ കൊണ്ട് എടുത്ത് കളയാൻ പറ്റും.